ഇത് കിഴിശ്ശേരി ഗ്രാമം. ജാതിമതഭേദമന്യേ പരസ്പരം നന്മയും സ്നേഹവും കാത്തുസൂക്ഷിക്കുന്ന ഇവിടത്തെ നിഷ്കളങ്കരായ ഗ്രാമീണരിൽ ഒരാളാണ് മേലെടുത്ത് വീട്ടിൽ പെയിൻ്റർ കുട്ടൻ. കുട്ടന് എല്ലാ ഓണക്കാലവും പ്രശ്നങ്ങളുടെ കാലമാണ്. ഇതാ കുട്ടൻ്റെ ഒരു ഓണക്കാലം. കല്യാണി അമ്മയ്ക്കൊരു പുത്രനാണ്, അവനൊരു ഓമനക്കുട്ടനാണ്. പെയിന്റടിച്ചു നടക്കും കുട്ടൻ, പെയിന്റടിക്കുട്ടൻ എന്നു പേര് വന്നു. പാട്ട് തീർന്നപ്പോഴേക്കും ഇതേ കുട്ടനെത്തി. എങ്ങനെയുണ്ട് നാനാട്ട എന്റെ പാട്ട്? ഈ എനിക്കൊരു സ്ട്രോങ് ചായ എടുക്കുക വാസു. വാസേട്ടാ എനിക്കൊരു ലൈറ്റ്. ഇവിടെ ഒരൊറ്റ ചായ ഉള്ളൂ, എന്താ പറ്റൂലേ? ഓ നാരായണ മെസ്സിരിക്കുന്ന പണിയൊന്നുമില്ലേ? പണിക്കൊന്നും പോകരുത് കേട്ടാ നാരായണേട്ടാ. നിങ്ങൾ ഇതുവരെ വാസുവേട്ടന്റെ പാട്ട് കേട്ടില്ലേ? ഇനി നമ്മളൊരു പാട്ട് കേൾപ്പിച്ചേ. ചായക്കാരൻ വാസുവേട്ട, രാവിലെ ചായക്ക് എന്തുണ്ട്? എലിപാഞ്ഞോരു പുട്ടുണ്ട്, പിന്നെ പുളിച്ചു പൊന്തിയ വെള്ളേപ്പോം. അതാടാ എന്റെ കടയിൽ അത്രേ ഉള്ളൂ. പറ്റെഴുതി പോന്നോ കായന്റെ ധാരാളാ. ഇതും കൂടെ ഒന്ന് പറ്റിലോട്ട് എഴുതിയേക്കാം. 2 പഴവും ഒന്നിനും കൊള്ളാത്ത ചായ. കണ്ടില്ലേ പേപ്പറിൽ ഓണത്തിനൊരു TV വാങ്ങിയാൽ ഒരു മൊബൈൽ ഫ്രീ ആയി കിട്ടുന്നു. ആണോ? അപ്പൊ നാരായണേട്ടാ നിങ്ങൾ ഇന്നലത്തെ പത്രം വായിച്ചില്ല? ഒരു ഫ്രിഡ്ജ് വാങ്ങിയാ 2 ഫുൾ ആ ഫ്രീ. അല്ല ഓൻ പറഞ്ഞ നേരായിരിക്കോ നാനാട്ടാ? ഈ ഒന്ന് ഇന്നലത്തെ പേപ്പർ എടുക്ക്. അയ്യോ അത് കായ്പം പൊതിഞ്ഞു പോയി നാനാട്ടാ. വന്നല്ലോ. രാവിലെ തന്നെ എന്റെ മുഖാണല്ലോ പോയാ കാണേണ്ടി വന്നേ. എന്റെ മുഖം എന്താ അത്രയ്ക്ക് മോശ? എന്നാ ഞാൻ തിരിഞ്ഞു നിൽക്കാം. എന്താ പോരെ? അല്ല 2-3 ദിവസമായിരിക്കും നേരം വൈകാണല്ലോ വരുന്നത്. നിങ്ങൾ പണിക്ക് വരിക, ഇത് ശരിയാവില്ല കേട്ടോ. ഗഫൂർക്കനോട് ശരിയാവില്ല. അങ്ങനെ പറയല്ലേ എന്റെ ഗഫൂർക്ക. നേരം വൈകി വരെങ്കിൽ എന്താ, ഞങ്ങൾ നേരത്തെ പോകുന്നില്ലേ? ആർക്കെങ്കിലും വല്ല ശല്യം ഉണ്ടോ? നബീസ, നമ്മൾ ഇന്നലെ അടിച്ച പെയിന്റിന്റെ ബാക്കി എവിടെയാ കൊണ്ടുവച്ചിരിക്കണേ? എന്താ ഇഞ്ചോട് കൂടി ഇന്നലെ പെയിന്റ് അടിച്ചേ? അങ്ങനെയാണ് ഞാൻ നോക്ക് കൂലി കൊടുത്തില്ലേ, അതുകൊണ്ട് ചോദിച്ചതാ. അനങ്ങിയ നബീസ നബീസ നബീസ. എടോ ഞാൻ ഒരുത്തരാണായിട്ട് ഇവിടെ വടിപോലെയൊക്കെ ഇല്ലേ, ഇന്നോട് ചോദിച്ചാ പോരെ. നമ്മൾ ഇന്നലെ അടിച്ച പെയിന്റ് എവിടെ? പെയിന്റ് എവിടെയാണ് ഇല്ലേ വെച്ചേ? ആ ഓളൊരു കുട്ടാട്ടൻ മമ്മൂട്ടിയെല്ലാം നിക്കണേ, ഒലിപ്പിച്ച് വരിക. കേറി പോടി ഔത്ത്. അന്നോട് ഞാൻ പറഞ്ഞിട്ട് 10 മുതൽ 3 മണി വരെ പുറത്തേക്ക് വരരുത് കേട്ടോ. ഓരോരോ മാരണങ്ങൾ, എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ ഒറ്റക്ക് നോക്കണം. ഓളി നോക്കണം, പണിക്കാരും നോക്കണം. വയസ്സന്മാരായ പെയിന്റർമാർ കിട്ടിയില്ലെങ്കിൽ ഈ അടുങ്ങാറൊന്നുമില്ല ഇനി. അതിനെങ്ങനെ ഒക്കെ ചെറുപ്പക്കാരും ഉടന്മാരും. ഓ എത്തിയല്ലോ. വരവുണ്ടാവുകയായിരിക്കും ഇപ്പോൾ ഒരേ കച്ചവടമാക്കാൻ വന്നതാണ്. പണിക്കാരായ കുറച്ച് ഉത്തരവാദിത്തം വേണം. പെയിന്റ് പണിക്കാരാകുമ്പോ പ്രത്യേകിച്ച്. പിന്നെ വൈകുന്നേരം പോകുമ്പോ എണ്ണി കാശെല്ലാം കൊണ്ട് തരുന്നത്. അതിന്റെ പേര് നിനക്ക് നേരത്തെ വന്നൂടെ? എന്താണ് കുട്ടേട്ടങ്ങൾ ഇങ്ങനത്തെ ഒരു വർത്താനോ? ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വരിക. അല്ലിക്ക അവര് അമ്പലത്തിൽ പോയിട്ട് വരും. പടച്ചോൻ കാത്ത് ശബരിമല പോവാതിരുന്നത്. അതാവുമ്പോ 2 ദിവസം കാത്തിക്കണേ. ഇതിപ്പോ 1 മണിക്കൂർ സഹിച്ചാ മതിയല്ലോ. ലേശം വെള്ളടിക്കേ. എല്ലാരും എത്തിയാ? സന്തോഷായില്ലേ? ഇനി ആള് വേണോ? കേറി പോലെ വെള്ളം കുടിക്കട്ടെ. എല്ലാം പോയോ? നിങ്ങളായിട്ട് പുറത്ത് കിടന്നിട്ട് കയറിക്കോളി. നമ്മളെ കൊണത്തിന് വരികയല്ലേ എല്ലാരും. നല്ല കാര്യം. ഞാൻ നോക്കി. അല്ല ഇതിങ്ങനെ പോയാലും എപ്പ തീരും? ഇങ്ങനെ പോയാൽ ഇത് എപ്പ തീരുമെന്ന് എനിക്ക് പറയാൻ പറ്റൂല. തീരൂല്ല, അതറിയാൻ വേണ്ടിട്ട്. ഇല്ലടാ, ഈ പോയി കുളിപ്പിച്ചു കൊടുത്താണ്. എടാ ഈ ഇവിടെ പണിക്ക് വന്നത് ഓളെ കുളിപ്പിക്കാൻ വന്നതോ? പണി തുടങ്ങാൻ തന്നെയൊക്കെ പറഞ്ഞത്. നമുക്ക് ആദ്യം കുളിമുറിയോട് അടിച്ചു തുടങ്ങിയാലോ? കുളിമുറിയൊക്കെ ഞാൻ അടിച്ചോളൂ. ഈ പുറത്ത് പോയി പണിയെടുത്തോ. ഒരക്കല്ല എനിക്ക് കാണണം. ജനങ്ങളെല്ലാം കൂടി വരുതി ഇന്നെ കോലത്തിലാക്കി. എനിക്കൊന്നും പറയാനില്ല. ഓണത്തിന് മുമ്പ് പണി തീർക്കണം. നോക്കല്ലേ? ഇനിയിപ്പോ എന്ത് നോക്കാനാ? സമയം 12 മണിയായി. ചോറും തിന്നു തുടങ്ങിയാ പോലെ. എന്നാ പിന്നെ അതാന്നല്ലേ. സൈന്താ ചോറായോ? ചോറല്ല ഞാൻ എന്നെ കൊണ്ട് പറയുകയാണ്. പോയി പണിയെടുക്കല. നീ അങ്ങോട്ട് വെക്കോ. സൈനത്ത പുളിയിട്ട് വെക്കണം മീൻ കറി കേട്ടാ.
അല്ല മീൻകാരൻ പോണ്. ഇജ്ജ് അങ്ങോട്ടാ പോണ്? നിങ്ങൾ കേട്ടില്ലേ മീൻകാരന്റെ കൂക്കി? അഞ്ചെന്തിനാ വെച്ചാൽ ഞാനില്ല ഇവിടെ, ഞാൻ പോയി മേടിച്ചോണ്ട് വരില്ലേ. അതെ ഇങ്ങോട്ട് വാ. നീ ഇവിടുന്ന് അകത്തുനിന്ന് പുറത്തിറങ്ങരുത്. ആരും വിശ്വസിക്കാൻ പറ്റാത്ത കാല. അവിടേക്ക് നീനെന്താ? നീ എന്തിനാ ചേച്ചി വെറുതെ ചിരിക്കുന്നത്? ഞാൻ അവിടെ വെറുതെ കല്ലോണിയെ അപ്പൊ വെറുതെ ഓരോന്ന് ആലോചിച്ച് വെറുതെ ഇങ്ങനെ ചിരിച്ചതാ. ആലോചിച്ച കാര്യങ്ങളൊന്നും നല്ല കാര്യങ്ങളായിരിക്കില്ല. ഈയിടെ ഈ ഒരു കാര്യം ആലോചിച്ചു. നമ്മള് കൂട്ടേട്ട ആളൊരു പോയില്ലേ നമുക്ക് മൂന്നാൾക്ക് ഒരേ കൂലിയല്ലേ ഇവിടെ. കോണീന്റെ മുകളിൽ കേറിയിട്ട് മൂപ്പർക്ക് ഒരു 10 റുപ്യ കിട്ടുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. കോണി പിടിച്ചിട്ട് എനിക്കൊരു 10 റുപ്യ കുറവുണ്ടോ? അതും ഇല്ല. മൂപ്പര് ശരിക്കൊരു പോയിട്ടാ. അതേടാ ചേച്ചി, ചിരി ഒതുക്കടാ. എടാ പ്രഷറും ഷുഗറും ഉള്ള നിന്നെ ഇതിന്റെ മേലോട്ട് കയറ്റാത്ത ഞാനൊരു മൊയന്താടാ. എന്റെ ശശി, നീ എന്തിനാ വെറുതെ ഓരോന്നിങ്ങനെ ആലോചിക്കുന്നത്? നീ കോണിയും പിടിച്ചോടെ നിന്നാ പോരെ, പണി മുഴുവൻ ഞാൻ എടുക്കൂലേ. ഡാ എങ്ങനെയായാലും എന്റെ ശശിയെ നീ നന്നാവൂലടാ. കഷ്ടം. ആ സന്തോഷേ, ആ വാങ്ങിക്കട്ടാ, ഓണത്തിലെ ശരി വാങ്ങിക്കോ. മിലിറ്ററിക്കാരെ നോക്കി ഇത്ര സാധനം മേടിച്ചോണ്ടല്ലേ. ആ ലേസ് അധികം വാങ്ങിക്കോ, തീർന്നു കഴിഞ്ഞാൽ പിന്നെ പായാൻ പറ്റൂല. ഓണാണ്, എല്ലാവർക്കും വേണ്ടി വരൂ. വേണ്ടാറിഞ്ഞവരൊക്കെ പിന്നെ അടിക്കൂ. കോണി ശരിക്കും പിടിക്കണേ. എടാ ഞാൻ പണീൻ്റെ തിരക്കില്ല, ഞാൻ വിളിക്കണ്ട കേട്ടോ. താനേ വേറെ ഒന്നും ഇല്ലേലും കുഴപ്പമില്ല ഓണത്തിന്. ഓളം തീപ്പെട്ടില്ലോ? ഈ അങ്ങോട്ടാ? ഞാൻ ഈ തീപ്പെട്ടി കൊണ്ടു കൊടുക്കാൻ. ആ തീപ്പെട്ടി ഇങ്ങോട്ട് ഈ അവസ്ഥക്ക് വെക്കോ. അതൊക്കെ ഞാൻ കൊണ്ടിട്ടാ. എനിക്ക് ആ തീപ്പെട്ടിക്കൊക്കെ ഓള് വേണോ? ശരിക്കും പിടിക്കണേ. എന്നാ പിടിച്ചോ തീപ്പെട്ടി. വീടല്ലേ വീണ്, പണിക്കാരനാ. അതെ, ഞാനിപ്പോ ഇവിടെ ആസ്പത്രിയിലുണ്ട്. ഒന്നും പറയാനായില്ല എന്നാ പറഞ്ഞേ. എത്ര നേരാടാ കുട്ടേട്ടന്റെ വീട്ടിലിറങ്ങിക്കണ്ടേ? നാട്ടുകാർ മുഴുവൻ ഇറങ്ങിണ്ടാവും. അപ്പൊ കുട്ടാറിന്റെ വീട്ടിൽ ഇറങ്ങിണ്ടാവില്ലേ? സിമ്പിളായിട്ട് അറിയിക്കേണ്ട കാര്യമല്ലോ. ഗഫൂർക്ക, നിങ്ങളെ വീട്ടിൽ നിന്നാ പറ്റിയതല്ലേ? ആ കൂട്ടത്തിൽ നല്ലൊരു പണിക്കാരൻ ഓനെ ഇനി. അതല്ല, ഓന്റെ കുടുംബത്തിന്റെ കാര്യം ആലോചിക്കുമ്പോഴാ. എന്ത് ചെയ്യാം, ഒന്നും നമ്മുടെ കയ്യിലല്ലല്ലോ. മുകളിലൊരാളില്ലേ? മോളിലുള്ള ഇവനെ ഇനി ഓനാ വീണേ. ഓ ആ വേണ്ട വേണ്ട, ഇങ്ങോട്ടാരും വരില്ല. ഇല്ല അങ്ങോട്ട് കൊണ്ടുവരില്ലേ? ഓ പാട് ഇങ്ങോട്ട് വന്നിട്ട് കാര്യമില്ലല്ലോ, അങ്ങോട്ട് കൊണ്ടുപോയില്ലേ? എന്തൊരു കഷ്ടാണിത്. ഈ പ്രദേശത്തെ നല്ലൊരു ചെറുപ്പക്കാരായിരുന്നു കുട്ടൻ. എന്തൊരു വിനയായിരുന്നു. ഓണടുപ്പിച്ച് ഇങ്ങനെ ഒരു അത്യാപത്തി കുടുംബത്ത് വന്നല്ലോ. ഓ എന്താ ഓണച്ചന്തിയോ? എന്താ ഇവിടെ ആളൊക്കെ കൂടി നിൽക്കണേ? ഒന്നുമില്ല. എന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും? അമ്മേ, അമ്മേ, എന്റെ അമ്മേ, അയ്യോ എന്റെ അമ്മ, നാരായണ അമ്മ, അമ്മ, അമ്മയ്ക്ക് എന്ത് പറ്റി? അമ്മേ, മോനെ, അമ്മയ്ക്കൊന്നും പറ്റിയിട്ടില്ല. എന്റെ മോനെന്താ പറ്റിയത്? കൈ കൈ കൈ.
പറ്റിയില്ല അച്ഛന്. കുട്ടേട്ടാ കുട്ടേട്ട എന്താ പറ്റിയ ഒന്നും കുട്ടേട്ടാ പറ്റിയില്ല. എന്താ പറ്റിയ ഒന്നും പറ്റിയില്ലെന്ന്. ഒന്നും പറ്റിയില്ല. അല്ല നാരായണേട്ടാ, എന്താ ഇവിടെ ആളും പന്തലും ഒക്കെ? അത് ഇവര് പറഞ്ഞപ്പോ ഞങ്ങൾ ഇറങ്ങിക്കുക. ഞങ്ങൾ എന്ത് ഇറങ്ങിക്കുക? ആശുപത്രിയിലെ കാര്യം വരില്ല, ഞങ്ങൾ കൊണ്ടുവരാന്നാ പറഞ്ഞത്. ആ അങ്ങനെ പറഞ്ഞപ്പോ ഞാള് വിചാരിച്ചു. അതെ, ദയവ് ചെയ്ത് എല്ലാരും ഇവിടെ നിന്ന് പോയി തരണം. ദയവ് ചെയ്ത് എല്ലാരും ഒന്ന് പോയി തരണം. ഡാ, നിന്നോട് കൂടെ പോവാൻ പറഞ്ഞത്. ഞാനോ? എന്റെ കൺമുമ്പിൽ കണ്ടുപോരുത്. ഇങ്ങനെ സമാധാനം എല്ലാ പണിയായിട്ട് പോയി കിട്ടിയാ. എന്നാലേ ഈ കുട്ടൻ ഒരാള് വൃത്തികെട്ടവനാട്ടോ. എത്ര ആളെന്നറിയോ പണിക്കില്ലാന്ന് പറഞ്ഞ് പറ്റിച്ചേ? അല്ല രാഘവ, ഈ അല്ല കുട്ടനെ പറ്റി നേരത്തെ നല്ല വർത്താനം പറഞ്ഞേ. അത് ഞാൻ അവൻ മരിച്ചേച്ച് പറഞ്ഞല്ലേ. മരിച്ചപ്പോ തിരിച്ചു ഞാൻ അറിയോ? ആഹാ, ശോ, എന്തൊരാളാ. അച്ഛാ, നല്ല പൂക്കള ഒരു പൂക്കളം ഈ ഓണത്തിനടുത്ത് വെയിച്ചാടി. നമസ്കാരമുണ്ട്. അവിടെ ഇരിക്കും. വലിയ പരിക്കൊന്നും ഉണ്ടായില്ല. പടച്ചോൻ കാക്കടാ. അല്ല, ഇത് ആരാ വന്നിരിക്കണേ നോക്കിയേ. ആ അല്ല, മോളോടെ പോയി? മോള് കുട്ടികൾക്കൊപ്പം പൂ പറിക്കാൻ പോയിരിക്കുക. വാങ്ങിച്ചോടി. ഇതൊന്നും വേണ്ടില്ലായിരുന്നു. അല്ല, പിന്നെ ഓണത്തിനൊന്നും കൊടുക്കാണ്ടിരിക്കും. എല്ലാ ഓണക്കാലത്തും ഉള്ളതാണ് ഈ വീട്ടിൽ ഓരോ പ്രയാസങ്ങൾ. അങ്ങനൊന്നും ചിന്തിക്കരുത്. ഒക്കെ നല്ലതിനായിട്ട് വരും. എന്നാ പിന്നെ ഞാൻ അറിയണ്ടെന്ന് പള്ളി കമ്മിറ്റി ഉണ്ട്. അല്ല, ഇക്ക വന്നിട്ടൊന്നും കുടിച്ച പോലും ഇല്ല. ഇനിയും ആവാലോ, ഓണൊക്കെ വരല്ലേ. നമ്മളിവിടെ ഇല്ലേ? അച്ഛൻ അവിടെ കരണ്ടിരിക്കുക. ഓണക്കാലത്തൊക്കെ എന്റെ കുട്ടന് സങ്കടങ്ങൾ തന്നെയാ. നേരെ ഒരുപാടായില്ല അമ്മേ. ഇനി എന്താ അച്ഛൻ വരാത്തെ? കള്ളുകൂടി നിർത്തിയിട്ടില്ല നിന്റെ അച്ഛന്റെ ആദ്യത്തെ ഓണായത്. വിളിക്കുന്നുണ്ടല്ലോ മോനെ. കുട്ടന്റെ അച്ഛൻ വണ്ടി തട്ടി ആശുപത്രിയിലാ. അയ്യോ ഭഗവാനെ, പൊന്നുമോനെ. എനിക്കറിയില്ല എന്താ എന്റെ കുട്ടേട്ടന് ഓണക്കാലം എങ്ങനെയായതെന്ന്. ഞാനും സങ്കടം കൊടുത്തിട്ടുണ്ട് എൻ്റെ കുട്ടേട്ടന്. അതും കല്യാണം കഴിഞ്ഞ് ആദ്യ ഓണത്തിന്. അങ്ങോട്ട് അങ്ങോട്ട് ഒറ്റമണിയെ. നിനക്കൊക്കെ ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്ന? ഇതൊക്കെ ഞങ്ങളൊരു സന്തോഷമല്ലേ കുട്ടേട്ടാ? പിന്നെ ഒരു സന്തോഷം. അല്ല, അസുഖമൊക്കെ മാറിയല്ലോ? മാറി. പണിക്ക് പോണ്ടേ? വേണ്ടേ? എന്നിട്ട് ഓണീന്റെ മുകളിൽ കേറണ്ടേ? ആര്? കുട്ടേട്ടൻ. അപ്പോഴും വേലെടുത്ത് തിന്നാനുള്ള ഭാവമൊന്നും ഇല്ല. ഇത് മുഴുവൻ കഴിക്കണം മോളെ. എനിക്കിപ്പോ വേണ്ട. മുഴുവൻ കഴിച്ചോളണം കേട്ടോ. ഞാൻ നോക്കട്ടെ.
അച്ഛൻ കരഞ്ഞതല്ല മോളെ, സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞതാ. ഈ ഒരു ഓണത്തിനെങ്കിലും നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ചിരുന്ന് ഒരു പിടി ചോറുണ്ണാൻ കഴിഞ്ഞല്ലോ, അതിന്റെ സന്തോഷം കൊണ്ടാ.